മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ലേസർ പ്രിന്ററായ കനോൺ MF445dw എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, എങ്ങനെ സ്കാൻ ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ പ്രിൻ്ററിൽ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരും. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ടോണർ കാർട്രിഡ്ജ് മഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും റീഫിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ വാറൻറ്റി കട്ടാകും. അപ്പം കഴിയുന്നതും ഒറിജിനൽ കാർട്രിഡ്ജ് തന്നെ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും കമ്പ്യൂട്ടർ UPSലേക്ക് ഈ പ്രിൻ്റർ കണക്ട് ചെയ്യരുത്. പവർ കൂടുതൽ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ലൈനിൽ തന്നെ കൊടുക്കണം പവറിന് വേണ്ടിയിട്ട്. നാലാമത്തെ കാര്യം, പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പർ നല്ല ഗുഡ് ക്വാളിറ്റി പേപ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ ADFൽ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ് പേപ്പറും നല്ല ഗുഡ് ക്വാളിറ്റി പേപ്പർ ആയിരിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാർട്രിഡ്ജ് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലുള്ള കാർട്രിഡ്ജ് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോർ ഇതേപോലെ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഡയറക്റ്റ് കണ്ടില്ലേ, ഇതാണ് കാർട്രിഡ്ജ് വരുന്നത്. ജസ്റ്റ് അത് ഇതേപോലെ പുറത്തോട്ട് എടുത്താൽ മതി. കനോണിൻ്റെ 057 സീരീസ് കാർട്രിഡ്ജാണ് ഈ മോഡൽ പ്രിൻ്ററിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഒറിജിനൽ തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. തിരിച്ച് കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതേപോലെ ഈ പൊസിഷനിൽ കറക്റ്റാക്കി വെച്ചാണ് ജസ്റ്റ് അതിലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓട്ടോമാറ്റിക് അതിലോട്ട് ഇൻസേർട്ട് ആവും. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ആക്കിയാൽ മതി. അതിനുശേഷം ഡോർ ലോക്ക് ചെയ്യാൻ വിട്ടു പോകരുത്. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ബാജ് കൊടുത്തു, അതിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ മോഡൽ പ്രിൻ്റർ ആദ്യമായി ഉപയോഗിക്കുന്ന പല ആളുകൾക്കും ഇതിൻ്റെ പേപ്പർ എവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേപ്പർ എവിടെയൊക്കെ വെക്കാം, അല്ലെങ്കിൽ പേപ്പർ സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഈ മോഡൽ പ്രിൻ്ററിന് രണ്ട് വഴിയിലൂടെയാണ് പേപ്പർ പിക്ക് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഈ കാണുന്ന മെയിൻ കാസറ്റ് ട്രേ ഇതുണ്ട്, ഈ താഴെ കാണുന്നത്. അതായത് കുറേ ബണ്ടിൽ പേപ്പറുകൾ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അപ്പോൾ ആൾറെഡി ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് റിമൂവ് ചെയ്താണ് കാണിച്ചു തരാം. ഇതിവിടെ ഈ ബ്ലൂ കളറല്ല, നമുക്ക് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ലിവറുകളാണ് വരുന്നത്. ആ ട്രേ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ വേണ്ടി ഈ ബ്ലൂ ലിവർ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ആ ബ്ലൂ ലിവർ പ്രസ് ചെയ്യാതെ ആ ട്രേ വലിക്കാൻ പാടില്ല. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഡാമേജസ് ആവുന്നതാണ്. മിക്കവാറും അത് ലോക്കായിരിക്കുന്നതാണ്. ആ ലോക്കിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലൂ ലിവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നല്ല ഗുഡ് A4 ഷീറ്റ് പേപ്പർ ബണ്ടിൽ നമുക്ക് ഈ കാസറ്റ് ട്രയൽ വെക്കാൻ സാധിക്കുന്നതാണ്. കണ്ടില്ല, അത് വെച്ചതിന് ശേഷം നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യാതെ ഒരിക്കലും വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെരിഞ്ഞെല്ലാം പേപ്പർ പ്രിൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പേപ്പർ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ പേപ്പർ വെച്ചതിന് ശേഷം ഈ 2 ലോക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ആ കാസറ്റ് സ്ലോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക ട്രേ. ഇനി അടുത്ത പേപ്പർ പിക്ക് ചെയ്യുന്നത്, ഇവിടെ ഒരു സിംഗിൾ ട്രേ വരുന്നുണ്ട്. അതിന് ആദ്യം ഡോറ് സൈഡിൽ കാണുന്ന ഡോറ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ഇതേപോലെ ഒരു പിക്കപ്പ് ഏരിയ വരുന്നുണ്ട്. ജസ്റ്റ് അതെല്ലാം അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലീഗൽ പേപ്പറെല്ലാം അതേപോലെ ലെറ്റർ പേപ്പറെല്ലാം മാക്സിമം ഈ ഒരു ട്രേ വഴിയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോരോ സൈസിൻ്റെ, അവിടെ ആ കറക്റ്റ് പൊസിഷനിൽ കൊടുന്ന് വെക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്, ഇവിടെ മിക്കവാറും ബണ്ടിൽ ഉപയോഗിക്കരുത്, സിംഗിൾ പേപ്പറാണ് കഴിയുന്നത് ഉപയോഗിക്കേണ്ടത്. ഇതേപോലെ ട്രേ കറക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് പേപ്പർ അതിലോട്ട് വെക്കുക. എന്നിട്ട് ഈ ലിവർ, ആ ബ്ലൂ കളർ ലിവർ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരിക്കലും ഇതേപോലെ ബെൻഡ് ആവുന്ന രീതിയിൽ വെക്കാൻ പാടില്ല. കറക്റ്റ് പൊസിഷനിൽ പേപ്പർ നിൽക്കുന്ന രീതിയിൽ വെക്കണം. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഫ്രീ ആയിക്കുന്നത് കാണാൻ സാധിക്കും. അത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പേപ്പർ സൈസ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള A4 സൈസ് അല്ലെങ്കിൽ ഏത് സൈസ് പേപ്പറാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതേപോലെ ഏത് ടൈപ്പ് പേപ്പറാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി, സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ Xerox എടുക്കുകയാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ആ യൂസർമാൻ്റെ ഡോക്യുമെൻ്റ് അവിടെ കറക്റ്റായിട്ട് വെച്ചു. അതിനുശേഷം നമുക്കിവിടെ കണ്ടില്ല, ഈ രണ്ടാമത്തെ ഓപ്ഷന് എവിടെ നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഏത് ട്രയൽ നിന്നാണ് വേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കോപ്പി എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രിൻ്റർ സ്കാൻ ചെയ്താണ് പേപ്പർ പിക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, നല്ല ഗുഡ് പേപ്പർ തന്നെ ഈ ട്രയലെല്ലാം വെക്കണം. ബെൻഡുള്ള പേപ്പറുകളൊന്നും ഇതിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ജാം ആവാനും ബെൻഡ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്.
നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ് ഈ ട്രേൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മടക്കി ഈ ട്രേ ഇതേപോലെ ക്ലോസ് ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ആ വഴിയിലൂടെയും ആ കാസറ്റ് വഴിയിലൂടെയും ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നുണ്ട്. അല്ല, യെസ്, താഴത്തെ കാസറ്റ് ട്രയലിലൂടെയും ഫോട്ടോസ്റ്റാറ്റ് വന്നിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ മോഡൽ പ്രിൻ്ററിന് 2 വഴിയിലൂടെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാണുന്ന സ്കാനർ ഗ്ലാസ് വഴിയും ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ADF യൂണിറ്റ് വഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി സ്കാൻ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടെങ്കിലും അതേപോലെ ലീഗൽ സൈസ് പേപ്പർ വരെ നമുക്ക് ഇതിൽ സ്കാൻ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷേ താഴെ കാണുന്ന സ്കാനർ ഗ്ലാസ് വഴി നിങ്ങൾക്ക് A4 സൈസ് മാത്രമേ സ്കാൻ ചെയ്യാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇതേപോലെ കറക്റ്റ് നല്ല ഗുഡ് ഡോക്യുമെൻ്റ് വെക്കുക. അല്ലെങ്കിൽ താഴെ കാണുന്ന സ്കാനർ ഗ്ലാസ് വഴിയാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാണ് ആ സ്കാനർ ഗ്ലാസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു ഓറഞ്ചിൽ ഒരു ആരോ മാർക്ക് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സൈഡിലേക്ക് ആ എൻഡിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെൻ്റ് വെക്കേണ്ടത്. അവിടെ സൈസുകൾ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കറക്റ്റായി വെച്ചതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതാണ് ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്ന സെറ്റിങ്സ്. ഇവിടെ ആദ്യം കാണിക്കുന്ന റേഷ്യോ ആണ്. നിങ്ങൾക്ക് ഫുൾ സൈസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതുള്ളത് പേപ്പർ സെറ്റിങ്സ് ആണ്. ഇതിൽ കാണുന്ന പോലെ ചില സമയത്ത് 2 ഓപ്ഷൻ ചോദിക്കും, കാരണം 2 പിക്കപ്പ് ട്രേ വരുന്നുണ്ട്. അപ്പോൾ ഏതിലാണോ അതുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ കാസറ്റ് ട്രേ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ സെക്കൻഡാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ അടുത്തത് ഡെൻസിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതിന് ശേഷമുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോപ്പീസാണ്. എത്ര കോപ്പീസാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഇത് കണ്ടില്ലേ സ്ക്രീനിൽ, ആ പച്ച അത് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്താണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വരുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കനോണിൻ്റെ ഈ മോഡൽ പ്രിൻ്റർ ആൾ ഇൻ വൺ പ്രിൻ്ററാണെന്ന് അറിയാം. നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ID കാർഡ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ID കാർഡ് കോപ്പി എടുക്കാൻ വേണ്ടി ഇതിന് സ്പെഷ്യൽ ഒരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ആദ്യം നമുക്ക് വേണ്ടത് ഡിസ്പ്ലേയിൽ കാണുന്ന ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ, അതായത് അടുത്ത പേജ് എടുക്കുക. കണ്ടില്ലേ, സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ID കാർഡ് കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ കോപ്പി റേഷ്യോ, പേപ്പർ സൈസ്, അത് ഡെൻസിറ്റി, ഇതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ സ്കാനർ ഗ്ലാസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ചെറിയൊരു കാർഡാണ്. ജസ്റ്റ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. കണ്ടില്ല, ഇവിടെ അങ്ങനെ ഡോക്യുമെൻ്റ് എങ്ങനെ വെക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്പ്ലേയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഓപ്ഷൻ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡോക്യുമെൻ്റ് തിരിച്ച് വെക്കുക അല്ലെങ്കിൽ മറിച്ച് വെക്കുക. എന്നിട്ട് വീണ്ടും സ്കാൻ നെക്സ്റ്റ് ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ 2 സൈഡും സ്കാൻ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോയിൽ കണ്ടില്ലേ, ഇപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേപോലെ 2 സൈഡും ഒറ്റ സിംഗിൾ പേജിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സാധാരണ എല്ലാ ഡ്യൂപ്ലെക്സ് പ്രിൻ്ററും നിങ്ങൾക്ക് പ്രിൻറ്റിംഗ് ആണ് ഡ്യൂപ്ലെക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ 2 സൈഡ്. പക്ഷേ ഈ മോഡൽ പ്രിൻ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതും 2 സൈഡ് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ ഈ പ്രിൻ്ററിലുണ്ട്. ഇങ്ങനത്തെ ചില പ്രിൻ്ററുകൾ മാത്രമേ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക. സാധാ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ നമുക്ക് കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ അതർ സെറ്റിങ്സ് എന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ ഫസ്റ്റ് തന്നെ 2 സൈഡഡ് പ്രിൻറ്റിംഗ് ആണ് ഓപ്ഷൻ. അത് സാധാരണഗതിയിൽ ഓഫായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കാണുന്ന രീതിയിൽ 1 സൈഡ് 2 സൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ ഈ സ്കാനർ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ADF യൂണിറ്റിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം സ്കാൻ സൈസാണ് ചോദിക്കുന്നത്. അത് A4 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്പ്ലേയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ യെസ്, ഇവിടെ സ്കാൻ ദ നെക്സ്റ്റ് ഒറിജിനൽ ഡോക്യുമെൻ്റ് എന്ന് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഈ സ്കാനർ ഗ്ലാസ്സിൽ അടുത്ത ഡോക്യുമെൻ്റ് വീണ്ടും വെക്കുക. അങ്ങനെ നമ്മൾ ആദ്യം സ്കാൻ ചെയ്തതിൻ്റെ പിറകു വശം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഈ സെൻട്രൽ കാണുന്ന സ്കാൻ നെക്സ്റ്റ് ഒറിജിനൽ എന്നുള്ള ഈ സെൻട്രൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിന് ലെഫ്റ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലായിട്ട് വരും. അല്ലെങ്കിൽ സ്റ്റാർട്ട് പ്രിൻറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ പേജ് ആയിട്ടാണ് പ്രിൻറ്റ് ചെയ്ത് വരിക.
ആ സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് പ്രിൻറ്റിംഗ് എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി കൂടുതൽ പേജസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ നെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് 2 സൈഡ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഫസ്റ്റ് പേജ് ഇത്, സെക്കൻഡ് പേജ് ഈ കാണുന്നതാണ്. ഈ മോഡൽ പ്രിൻ്ററിന് ADF സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് സാധാ സ്കാനർ ഗ്ലാസ്സിൽ സിംഗിൾ പേജ് A4 മാത്രമേ ഡോക്യുമെൻ്റ് മാത്രമേ സ്കാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മൾട്ടി ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യണം, അതേപോലെ ലെറ്റർ സൈസ് പേപ്പറുകൾ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ADF വഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഈ ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ലിവർ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഡോക്യുമെൻ്റ് സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഗുഡ് ക്വാളിറ്റി ഡോക്യുമെൻ്റ് പേപ്പർ ആയിരിക്കണം. സ്റ്റാപ്ലർ പിന്നൊന്നും ഉണ്ടാകാൻ പാടില്ല. ഡോക്യുമെൻ്റ് വെക്കുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു സെൻസർ എനേബിൾ ആവുന്നതാണ്. ഇതേപോലെ ഒരു ബസർ സൗണ്ട് കേൾക്കുന്നതാണ് പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ADF സെൻസർ എനേബിൾ ആയി എന്നുള്ളതാണ്. പേപ്പർ വെച്ചതിന് ശേഷം ഞാനൊരു സാമ്പിൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്തു. നമ്മൾ മുകളിൽ വെച്ച ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് താഴെ ഔട്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല താഴെ പ്രിൻറ്റ് ചെയ്ത് വന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടുതൽ പേജ് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഈ ADF നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒരിക്കലും ബെൻഡുള്ള ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ 80 GSMൻ്റെ മുകളിൽ കട്ടിയുള്ള പേപ്പറുകളൊന്നും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ വൈറ്റനർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ പേപ്പർ ഈ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ സ്റ്റാപ്ലർ പിന്നൊന്നും ഉണ്ടാകാൻ പാടില്ല പേപ്പറിൽ. അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഡാമേജ് സംഭവിക്കുന്നതാണ്. വളരെ കെയർ ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ആദ്യമായിട്ട് പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിപ്പോൾ സാമ്പിളിന് ഇവിടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ പ്രിൻ്ററിനും ഉപയോഗിക്കുന്നത് കളർ ഡോക്യുമെൻ്റ് ആണ്. അത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പ്രിൻ്റർ കളർ പ്രിൻറ്റിങ് ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് Ctrl+P അല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ കമാൻഡ് ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ സെറ്റിങ്സ് ഒന്നും ചേഞ്ചസ് ഒന്നും ഇല്ല, ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഓഫ് കോപ്പീസ് കൊടുത്തതിന് ശേഷം ഈ OK എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഉണ്ടാക്കിയ സാമ്പിൾ ഡോക്യുമെൻ്റ് സിംഗിൾ പേജാണ്. അത് ഞാൻ 2 പേജാക്കി മാറ്റിയിട്ടുണ്ട്. കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് 2 പേജ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ, ലെഫ്റ്റ് സൈഡിൽ താഴെ കാണാൻ സാധിക്കും പേജസ്. ആദ്യം 1 of 1 എന്നുള്ളതിന് ഇപ്പോൾ 1 of 3 എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പ്രിൻ്റ് എന്നുള്ളത് കൊടുക്കുന്നു. കാരണം ഡബിൾ സൈഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് കൂടുതൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിന് വേണ്ടി ഈ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ സെറ്റിങ്സ് ഉണ്ട്. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് കേസൊന്നും അല്ലാതെ നിങ്ങൾ ആ കാര്യം പേടിക്കണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് മെത്തേഡ്. ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മോഡൽ പ്രിൻ്റർ 2 വഴിയിലൂടെ പേപ്പർ പിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പേപ്പർ സൈസ് എത്ര വേണ്ടതെന്നുള്ളതും ഔട്ട്പുട്ട് സൈസ് എത്ര വേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇത് കണ്ടില്ല, ഈ ഒരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പേജിൽ ഒറ്റ ഡോക്യുമെൻ്റ് മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതേപോലെ ഒരു പേജിൽ 2 ഡോക്യുമെൻ്റ് മതി വേണമെന്നുണ്ടെങ്കിൽ അവിടെ 2-in-1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. 4 ഡോക്യുമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 4 അങ്ങനെ സെലക്ട് ചെയ്യുക. അതാണ് ഈ പേജ് ഔട്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ 2 സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 സൈഡ് പ്രിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ സിംഗിൾ പേജ് ആയിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. പിന്നെ അടുത്ത പെയിൻറ്റിങ് ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ലോങ് എഡ്ജ് വേണോ ഷോർട്ട് എഡ്ജ് വേണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ്ട് പിന്നെ ആവശ്യമുള്ളത് ഈ ഓറിയൻറ്റേഷനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ഏതാ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് OK എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും OK എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോപ്പീസ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും OK എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ വാട്ടർമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് OK എന്നുള്ളത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് പ്രിൻ്ററിൽ കാണാൻ സാധിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. 2 സൈഡ് ആയതുകൊണ്ട് ഫസ്റ്റ് വന്ന പേപ്പർ അതേപോലെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് തിരിച്ച് പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? യെസ്, നമ്മുടെ ഡോക്യുമെൻ്റ് കറക്റ്റാണ്. ഇത് ഫസ്റ്റ് പേജാണ്. 2 സൈഡ് കൊടുത്തുകൊണ്ട് സെക്കൻഡ് പേജും ഇവിടെ ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഒരു ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.